സ്റ്റുഡൻസ്, വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് എന്താണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്കേലാർ പ്രോഡക്റ്റിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി വർക്ക് എനർജി പവറിൽ എന്താണ് വർക്ക് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്തു എന്ന് പറയുക? സാധാരണയായി ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ബലം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു വസ്തുവിന്റെ മുകളിൽ ബലം കൊടുത്താൽ ആ വസ്തുവിന് എന്ത് സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടോ വർക്ക് ചെയ്തിട്ടില്ലേ എന്നെല്ലാം പറയുന്നത്. ഇപ്പൊ ഞാൻ ടേബിളിന്റെ മുകളിൽ ഒരു മാസ് വെച്ചിട്ടുണ്ട്. ആ മാസിനെ ഞാൻ ഒരു ഫോഴ്സ് കൊണ്ട് ആ ഓബ്ജക്റ്റിനെ തള്ളിയിരിക്കുന്നു എന്ന് കരുതുക. നോക്കൂ, അങ്ങനെ തള്ളിയപ്പോൾ ആ ഓബ്ജക്റ്റ് ഞാൻ കൊടുത്ത ബലത്തിന്റെ ദിശയിൽ നീങ്ങിയിട്ടുണ്ട്. നീങ്ങിയിരിക്കുന്ന ദൂരം എസ് ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഡി ആണെന്ന് കരുതുക, ഡിസ്പ്ലേസ്മെന്റ് എന്ന അർത്ഥത്തിൽ. ഇപ്പൊ ഞാൻ ഒരു വസ്തുവിന്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കുകയും ആ വസ്തു ഫോഴ്സ് കൊടുത്ത ദിശയിൽ നീങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് പറയാം, ഞാൻ അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് അവിടെ ഒരു ജോലി ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഓബ്ജക്റ്റ് ഫോഴ്സ് കൊടുത്ത ദിശയിൽ നീങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കൊടുത്ത ബലം കൊണ്ട് ജോലി ചെയ്തു എന്നാണ്. വർക്ക് ഈസ് ഡൺ ബൈ ദ അപ്ലൈഡ് ഫോഴ്സ്. ചിലപ്പോൾ ഓബ്ജക്റ്റിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സിന്റെ അതേ ഡയറക്ഷൻ ആകണമെന്നില്ല. അത്തരം കേസുകളിൽ വർക്കിന്റെ വാല്യൂ വ്യത്യസ്തമായിട്ടും വരാറുണ്ട്. അതുകൊണ്ട് ഒരു ഓബ്ജക്റ്റിന്റെ മുകളിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ വസ്തു നീങ്ങിപ്പോകുന്ന ഡയറക്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഒരു ഭാഗമെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കൊടുത്ത ബലം കൊണ്ട് ജോലി ചെയ്തു എന്നാണ് പറയാറുള്ളത്. ആൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് മെഷേർഡ് ആസ് ദ സ്കേലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഡി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് എഫ് ഡോട്ട് ഡി. നോക്കൂ, രണ്ട് വെക്ടറുകൾ തമ്മിൽ സ്കേലാർ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ, ഡോട്ട് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ആളാണ് വർക്ക്. അതുകൊണ്ട് വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും സ്കേലാർ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എന്നതിനാൽ വർക്ക് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി സ്കേലാർ ആയിരിക്കും. ഫോഴ്സ് വെക്ടർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്, പക്ഷെ അവ തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന വർക്ക് എന്താണെന്ന് പറയുന്നത് സ്കേലാർ പ്രോഡക്റ്റ് ആണ്. നമുക്കറിയാം, എ ഡോട്ട് ബി കണ്ടാൽ എ ബി കോസ് തീറ്റയാണ്. അങ്ങനെയെങ്കിൽ എഫ് ഡോട്ട് എസ് കണ്ടാൽ, അല്ലെങ്കിൽ എഫ് ഡോട്ട് ഡി കണ്ടാൽ അതിന്റെ യഥാർത്ഥ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് എസ് കോസ് തീറ്റ ആയിരിക്കും. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും അവയ്ക്കിടയ്ക്കുള്ള ആംഗിളിന്റെ കോസൈൻ കണ്ടതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി. വർക്ക് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ, ന്യൂട്ടൺ മീറ്റർ എന്നാണ് പറയുന്നത്. എന്നാൽ ന്യൂട്ടൺ മീറ്റർ എന്നതിന് പകരം നമ്മൾ ജൂൾ എന്ന് പറയുന്ന യൂണിറ്റിലാണ് വർക്ക് മെഷർ ചെയ്യാറുള്ളത്. ജൂൾ എനർജിയുടെ യൂണിറ്റ് ആയിട്ടാണ് ജൂൾ വരുന്നത്. അപ്പൊ വർക്കും എനർജി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡയമെൻഷൻ mL/2 ഡിസ്പ്ലേസ്മെന്റ് ഡയമെൻഷൻ L ആയതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് വർക്ക് ഈസ് mL²T⁻². Now I introduce a new physical quantity work. ഒരു പുതിയ ആളെ പരിചയപ്പെടുത്തുകയാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും സ്കേലാർ പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് വർക്ക്. വർക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ജൂൾ എന്നുള്ളതാണ്. അതിന്റെ ഡയമെൻഷൻ mL²T⁻². ഇത് വർക്ക് സ്കേലാർ ആയതുകൊണ്ട് തന്നെ അതിന് ഡയറക്ഷൻ ഇല്ല. രണ്ട് വെക്ടർ ക്വാണ്ടിറ്റികൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റി കിട്ടിയിട്ടുള്ളത്. നോക്കൂ, W=F⋅S എന്ന സ്ഥിതിക്ക് അത് എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് W=F(s cos θ) എന്നാണ്. ഈ തീറ്റ എന്ന് പറയുന്ന വാല്യൂ 0ക്കും 90ക്കും ഇടയിൽ വന്നു കഴിഞ്ഞാൽ
ഈ വർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അത്തരം കേസുകളിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ ഫോഴ്സ് എന്നാണ് പറയാറുള്ളത്. കൊടുത്ത ഫോഴ്സ് കൊണ്ട് വർക്ക് ചെയ്തു എന്നുള്ളത്. അപ്പൊ ഞാൻ ആ ടേബിളിൽ വെച്ചിരിക്കുന്ന ഓബ്ജക്റ്റിന്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. വസ്തു നീങ്ങുന്നതും അതേ ഡയറക്ഷനാണ്. വസ്തു നീങ്ങുന്ന ഡയറക്ഷനിൽ ഫോഴ്സ് മുഴുവനായിട്ടുമുണ്ട്. എന്നാൽ എല്ലായ്പ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. വസ്തുവിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് ഇത് ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടാണെങ്കിൽ, ഈ രീതിയിലാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെയും ഫോഴ്സിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയായിട്ട് നമുക്ക് ലേബൽ ചെയ്യാം. ഇപ്പൊ വസ്തു നീങ്ങിപ്പോകുന്ന ഒരു ഡയറക്ഷനും ഫോഴ്സ് അപ്ലൈ ചെയ്തത് വേറൊരു ഡയറക്ഷനുമാണ്. അതുകൊണ്ട് വസ്തു നീങ്ങിപ്പോകുമ്പോൾ ആ ദിശയിലേക്ക് കൊടുത്തിരിക്കുന്ന ബലത്തിന്റെ ഒരു കമ്പോണന്റ് എങ്കിലും ഉണ്ടാവും, എഫ് കോസ് തീറ്റ. കാരണം തീറ്റ ഉള്ള സൈഡിലേക്ക് കോസ് കമ്പോണന്റ് ആണ്. എഫ് സൈൻ തീറ്റ വെർട്ടിക്കൽ ആയിട്ടുണ്ടായിരിക്കും. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സിന്റെ ഭാഗവും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ഗുണിച്ചാൽ ആ വസ്തുവിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ബലം എത്ര വർക്ക് ചെയ്ത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എഫ് കോസ് തീറ്റ ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് ഈസ് അവർ ഇക്വേഷൻ എഫ് കോസ് തീറ്റ. ഈ ആംഗിൾ 0ക്കും 90ക്കും ഇടയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വർക്കിന്റെ വാല്യൂ എന്ത് കിട്ടുന്ന പറയണത്? പോസിറ്റീവ്. എക്സാമ്പിൾ പറയാലോ. ഒരു ടേബിളിന്റെ മുകളിൽ ഓബ്ജക്റ്റ് തള്ളി നീക്കണത്, വസ്തു നീങ്ങി പോകുന്നതും കൊടുത്ത ബലവും ഒരേ ഡയറക്ഷൻ ആണ്. അത്തരം കേസുകളിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ ഫോഴ്സ് എന്നാണ് പറയേണ്ടത്. എന്നാൽ ചിലപ്പോൾ തീറ്റയുടെ വാല്യൂ 90യേക്കാൾ മുകളിൽ വരികയും 180 വരെ നീളുകയും ചെയ്യാം. 90 മുതൽ 180 ഡിഗ്രി വില വന്നാൽ W എന്ന് പറയുന്നത് Fs cos മാക്സിമം വാല്യൂ ഞാൻ എടുക്കുകയാണ് 180. That will be equal to minus Fs. That is work will be negative. ഇത്തരം കേസുകളിൽ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഫോഴ്സിന്റെ കമ്പോണന്റുമായി ആലോചിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. ഫോഴ്സ് ഒരു ഡയറക്ഷനിലേക്കും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റും വരുന്നതെങ്കിൽ വർക്ക് ഈസ് ഡൺ എഗെയിൻസ്റ്റ് ദ ഫോഴ്സ് എന്നാണ് പറയാറുള്ളത്. കൊടുത്ത ബലത്തിന് എതിരെയാണ് ജോലി ചെയ്തിട്ടുള്ളത്. മാക്സിമം ആംഗിൾ ആയിട്ടാണ് 180 ഡിഗ്രി പറഞ്ഞിട്ടുള്ളത്. തികച്ചും ഓപ്പോസിറ്റ് ആയ ഡയറക്ഷൻ. നമ്മള് തോണി തുഴയുന്നത്, നമ്മൾ തോണി തുഴയുന്നത് എവിടേക്കാ? ബാക്കിലേക്കാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. എവിടേക്കാ വസ്തു നീങ്ങുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഒരു ഡയറക്ഷനിലേക്ക് ഫോഴ്സ് കൊടുത്തു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വസ്തു നീങ്ങി എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി എന്നാണ്. നമ്മൾ ലിഫ്റ്റിൽ തലയിൽ ചുമട് വെച്ചുകൊണ്ട് താഴേക്ക് വരുന്നെന്ന് കരുതുക. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത് എവിടേക്കാ? മുകളിലോട്ടാണ്. ലിഫ്റ്റ് വരുന്നത് എവിടേക്കാ? താഴോട്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് താഴോട്ടും ഫോഴ്സ് മുകളിലോട്ടും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇത്തരം കേസുകളിൽ വർക്കിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. വർക്കിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് വർക്ക് ഈസ് ഡൺ അഗെയിൻസ്റ്റ് ദ അപ്ലൈഡ് ഫോഴ്സ് എന്നാണ്. ഈ വില 90ക്ക് മുകളിൽ വരുന്ന ആംഗിൾ തുടങ്ങി 180 വരെ ഇതേ അർത്ഥത്തിലാണ് പറയുക. ഒരു ഫ്രിക്ഷൻ ഉള്ള സർഫസിൽ ഒരു ഓബ്ജക്റ്റ് തള്ളി നീക്കുന്നു. നമ്മൾ കൊടുത്ത ബലം കൊണ്ട് ചെയ്ത വർക്ക് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ വസ്തു നീങ്ങുന്നത് ഒരു ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയ ഫ്രിക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഫ്രിക്ഷൻ ചെയ്യുന്ന വർക്ക് എത്രയെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ആണ് വരിക. രണ്ട് കേസും അവിടെ വരുന്നുണ്ട്. വർക്ക് ഈസ് ഡൺ ബൈ ദ ഫോഴ്സ് ഉണ്ട്, വർക്ക് ഈസ് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഉണ്ട്. എപ്പോഴാണ് വർക്ക് ഈസ് ഡൺ ബൈ ദ ഫോഴ്സ് വരിക? ഓബ്ജക്റ്റിന്റെ മുകളിൽ നിങ്ങൾ ബലം കൊടുക്കുമ്പോൾ വസ്തു ബലം കൊടുത്ത ദിശയിൽ നീങ്ങിപ്പോണം. അപ്പൊ വർക്ക് ഈസ് ഡൺ ബൈ ദ ഫോഴ്സ് ആയി. എന്നാൽ ആ സർഫസിൽ ഒരതി പോകുന്ന സർഫസിന്റെ ഇടയ്ക്ക് ഫ്രിക്ഷൻ ഉണ്ടാവും. ഫ്രിക്ഷൻ ചലിക്കുന്ന ദിശയ്ക്ക് ഓപ്പോസിറ്റ് ആണ്. ഫ്രിക്ഷൻ ചെയ്ത വർക്ക് എത്രയെന്ന് ചോദിച്ചാൽ അത് നെഗറ്റീവുമാണ്. വർക്ക് ഈസ് ഡൺ ബൈ ദ ഫോഴ്സ് ഉണ്ട്, വർക്ക് ഈസ് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഉണ്ട്. നോക്കൂ, ചിലപ്പോൾ തീറ്റയുടെ വില 90 ഡിഗ്രി വരാം. അങ്ങനെ തീറ്റയുടെ വില 90 ഡിഗ്രി വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന വർക്കിന്റെ വില F ഇൻറ്റു S ഇൻറ്റു കോസ് 90 എന്ന് വരുന്നത് 0. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എക്സാമ്പിൾ, തലയിൽ ചുമടേറ്റിക്കൊണ്ട് ഹൊറിസോണ്ടൽ ആയ ഒരു സർഫസിലൂടെ ഒരാൾ നടന്നു പോകുന്നു എന്ന് വിചാരിക്കാം. ഫിസിക്സിന്റെ ലാംഗ്വേജിൽ അയാൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. എന്തുകൊണ്ടാ? ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് തലച്ചുമടിൽ മുകളിലോട്ടും ഡിസ്പ്ലേസ്മെന്റ് തറയിലൂടെയുമാണ്.
രണ്ടിന്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ വർക്ക് ഈസ് 0. ഫിസിക്സിന്റെ ലാംഗ്വേജിൽ വർക്ക് എടുത്തിരിക്കുന്നത് പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. വസ്തുക്കൾ കറങ്ങുന്ന സമയത്ത് നിർബന്ധമായിട്ട് വേണ്ട ഫോഴ്സ് ആണ്. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് വൃത്തത്തിന്റെ കേന്ദ്രത്തിലോട്ടായിരിക്കും. കറങ്ങുന്ന വസ്തുവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ എപ്പോഴും ടാൻജൻഷ്യലി ഔട്ട്വേർഡ് ആണ്. രണ്ടിന്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എത്രയെന്ന് ചോദിച്ചാൽ 0 ആണ്. ബിക്കോസ് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് 90 ഡിഗ്രി. ഇവിടെ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ടാണ് വർക്ക് 0 ആയത്. വേറൊരു എക്സാമ്പിൾ, ഗേറ്റിന് കാവലിരിക്കുന്ന ഒരാള് ഫിസിക്സിന്റെ ഭാഷയിൽ അയാൾ വർക്ക് ചെയ്യുന്നില്ല. കാരണം അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വസ്തുവിനില്ല. കാരണം വർക്ക് കിട്ടണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഒരാൾ ചുമര് തള്ളിക്കൊണ്ട് നിൽക്കുന്നു, ചുമരാണെങ്കിൽ നീങ്ങുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിലും വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. കാരണം there is no displacement. അപ്പോൾ വർക്കിന് തന്നെ 3 കേസുകൾ വരുന്നുണ്ട്. വർക്ക് ഈസ് ഡൺ ബൈ ദ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഫോഴ്സിന്റെ കമ്പോണന്റ് ഡിസ്പ്ലേസ്മെന്റ് ഏകദേശം ഒരേ ഡയറക്ഷനിൽ വരണം. വർക്ക് ഈസ് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ഉണ്ട്. ബലം ഒരു ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനും ആണെങ്കിൽ വർക്ക് ഈസ് ഡൺ അഗെയിൻസ്റ്റ് ദ ഫോഴ്സ് ആണ്. 0 വർക്ക് ഡണ്ണും ഉണ്ട്. ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി വന്നാൽ വർക്ക് ഡൺ 0 ആണ്. അതല്ലെങ്കിൽ വസ്തുവിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാം. എനർജി എന്താണ്? എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുവാൻ ഉള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എനർജി. ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക്. എനർജി ഉള്ള ഒരാൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള എനർജികൾ നമുക്കറിയാം. ലൈറ്റ് എനർജി, സൗണ്ട് എനർജി, മെക്കാനിക്കൽ എനർജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ടൈപ്പിലെ എനർജികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ മെക്കാനിക്കൽ എനർജിയെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കൈനറ്റിക് എനർജി എന്നും പൊട്ടൻഷ്യൽ എനർജി എന്നും. അതിൽ കൈനറ്റിക് എനർജിയാണ് ഇവിടെ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് കൈനറ്റിക് എനർജി? നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ എനർജിയാണ് കൈനറ്റിക് എനർജി. സഞ്ചരിക്കുന്ന വസ്തുവിന്, മൂവ് ചെയ്യുന്ന വസ്തുവിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു വാഹനം വന്ന് ഒരാൾ ഇടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് പരിക്ക് പറ്റുന്നുണ്ട്. ആ വരുന്ന വാഹനത്തിന് ഇടിക്കുന്ന സ്ഥലത്ത് ഡിസ്പ്ലേസ്മെന്റുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ വരുന്ന ഓബ്ജക്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്? വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഞ്ചരിക്കുന്ന വസ്തുവിന് ജോലി ചെയ്യുവാനുള്ള കഴിവുണ്ട്. സഞ്ചരിക്കുന്ന വസ്തുവിന് ജോലി ചെയ്യുവാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കയ്യിൽ എനർജി ഉണ്ട് എന്നാണ് അർത്ഥം. സഞ്ചരിക്കുന്ന വസ്തുവിന്റെ കയ്യിലുള്ള എനർജിയെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക് എനർജി. ദ എനർജി അസോസിയേറ്റഡ് വിത്ത് എ മൂവിംഗ് ബോഡി ഈസ് കോൾഡ് കൈനറ്റിക് എനർജി. എന്താണ് കൈനറ്റിക് എനർജിക്കുള്ള ഒരു എക്സ്പ്രഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏത് എനർജി ആയാലും വർക്ക് ഡൺ ആണ്. അപ്പൊ ഞാൻ ടേബിളിന്റെ മുകളിൽ ഒരു മാസ് വെച്ചിട്ടുണ്ട്. ആ ഓബ്ജക്റ്റ് റെസ്റ്റിലായിരുന്നു എന്ന് കരുതുക. ഞാൻ അതിന്റെ മുകളിൽ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ ഫോഴ്സ് എഫ് ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഫലമായിട്ട് ആ ഓബ്ജക്റ്റ് എസ് എന്ന് പറയുന്ന ഒരു ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വേഗത എന്ന് പറയുന്നത് വി ആയിരിക്കുന്നു. അപ്പൊ യു എന്ന് പറയുന്ന ഇനീഷ്യൽ വേഗത അനങ്ങാതിരിക്കുകയാണ്, 0 ഇരിക്കുന്നു. ആ സമയത്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓബ്ജക്റ്റ് വി എന്ന് പറയുന്ന വേഗതയിൽ മൂവ് ചെയ്യുന്നു. ഫോഴ്സ് കൊടുത്തതിന്റെ ഫലമായി വെലോസിറ്റി മാറി. വസ്തുവിനുണ്ടായിരിക്കുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് എ ആണെന്ന് കരുതാം. നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കുന്ന എസ് ആണ്. ഈ ഒബ്ജക്റ്റിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2s. ഇതിൽ ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് 0 ആണ്. സോ യു ഗെറ്റ് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as or s is equal to v square by 2a. This is the displacement produced by the object when force is acting. അങ്ങനെയെങ്കിൽ ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഞാൻ ചെയ്തിരിക്കുന്ന വർക്ക് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. വർക്ക് ഡൺ W is equal to force dot displacement. സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് Fs എന്നെടുക്കാം. By Newton's second law you can write it is mass into acceleration into s. What do you know? S is equal to v square by 2a. So the work done W is equal to mass into acceleration into v square by 2a.
A get cancel. You get the work done is equal to half mv square. നോക്കൂ, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിന്റെ മുകളിൽ ഒരു ബലം കൊടുത്തപ്പോൾ അതിന്റെ മുകളിൽ ആ കൊടുത്ത ബലം ചെയ്തിരിക്കുന്ന വർക്ക് ഹാഫ് mv സ്ക്വയർ ആണ്. ചലനം മൂലം കിട്ടിയ ഊർജമാണത്. അപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വർക്ക് അതിന്റെ ചലനം മൂലമുള്ള ഊർജമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചലനം മൂലമുള്ള ഈ ഊർജത്തെ വിളിക്കുന്ന പേരാണ് kinetic energy. So this work done can be written as the kinetic energy of the object, and this is the expression of kinetic energy. Kinetic energy is equal to half mv square. ഇവിടെ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവായിരുന്നു, ബലം കൊടുത്തു, വസ്തു ചലിച്ചു. കൊടുത്ത ബലം ചെയ്തിരിക്കുന്ന ജോലി എത്രയാണെന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതാണ് ഹാഫ് mv സ്ക്വയർ. ഈ ഹാഫ് mv സ്ക്വയർ അതിന്റെ എനർജി ആയിട്ട് കയ്യിലുണ്ടായിരിക്കും. അതുകൊണ്ട് ചലിക്കുമ്പോൾ അതിന്റെ കയ്യിലുള്ള എനർജിയെ വിളിക്കുന്ന പേര് കൈനറ്റിക് എനർജി എന്നായതുകൊണ്ട് ആ കയ്യിലുള്ള എനർജിയെ നമുക്ക് ഇങ്ങനെ രേഖപ്പെടുത്താം. കൈനറ്റിക് എനർജി ഓഫ് ദ മൂവിംഗ് ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ, ആൻഡ് ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് കൈനറ്റിക് എനർജി. ഇതിൽ ഓബ്ജക്റ്റ് റെസ്റ്റിലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇതിന്റെ സിറ്റുവേഷൻ ഒന്ന് മാറ്റി പിടിക്കാം. ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓബ്ജക്റ്റ്, അപ്പൊ അതിന് ഇനീഷ്യൽ വെലോസിറ്റി ഒരിക്കലും എന്തല്ല, സീറോ അല്ല. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ ഞാൻ പുറകിൽ പോയിട്ട് ഒരു ഇടി അടിച്ചു. അപ്പൊ യു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരിക്കുന്ന വസ്തു എസ് ദൂരം നീങ്ങുന്നു, ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, വെലോസിറ്റി യുയിൽ നിന്ന് വി ആയിട്ട് മാറുന്നു. ബാക്കിയൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, അത് ഫൈനൽ വെലോസിറ്റി ആയിട്ട് മാറും. ഇതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതിയാൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. പക്ഷെ യു സ്ക്വയർ സീറോ അല്ല. അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുന്ന rearrangement ഇതാണ് v square minus u square is equal to 2as. That is s is equal to v square minus u square divided by 2a. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഫോഴ്സ് എത്ര വർക്ക് ഡൺ ചെയ്തിട്ടുണ്ടാകാം എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ വർക്ക് ഡൺ is equal to f dot s is equal to fs. സെയിം ആംഗിൾ ആണ്, സെയിം ഡയറക്ഷൻ ആണ്. That means angle theta is 0. That is m into a into s, that is equal to m into a into s ന് പകരം v square minus u square by 2a. That is half mv square minus half mu square. This is the work done. Half mv square എന്ന് പറഞ്ഞാൽ എന്താ? kinetic energy final minus kinetic energy initial. That means final kinetic energy minus initial kinetic energy എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ kinetic energy. ഇപ്പൊ മൂവ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിന് മുകളിൽ കൊടുത്ത ബലം ചെയ്തിരിക്കുന്ന വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആ വസ്തുവിന്റെ കൈനറ്റിക് എനർജിയിൽ ഉണ്ടായ മാറ്റമാണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ kinetic energy. This is called work energy theorem. A very important theorem in this chapter. Work done is equal to changing kinetic energy. That is called work energy theorem. Now look at a problem. A cyclist comes to a skidding stop in 10 meters. During this process, the force on the cycle due to the road is 200 Newton and is directly opposite to the motion. How much work does the road do on the cycle? How much work does the cycle do on the road? നോക്കൂ, ഒരു സൈക്ലിസ്റ്റ് ഒരു സ്കിഡിംഗ് സ്റ്റോപ്പ്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പിംഗ് നടത്തിയിരിക്കുകയാണ്. തെന്നിപ്പോകാവുന്ന തരത്തിലുള്ള 10 മീറ്ററിന്റെ ഉള്ളിൽ അത് സ്റ്റോപ്പായി. ഡ്യൂറിംഗ് ദിസ് പ്രോസസ് ഫോഴ്സ് ഓൺ ദ സൈക്കിൾ ഡ്യൂ ടു ദ റോഡ് ഈസ് 200 ന്യൂട്ടൺ. സൈക്കിളിന്റെ മുകളിൽ റോഡ് ചലനത്തിന് വിപരീതമായിട്ട് ഇതിനു വേണ്ടി കൊടുത്ത ഫോഴ്സ് 200 ന്യൂട്ടൺ ആണ്. ഹൗ മച്ച് വർക്ക് ഡസ് ദ റോഡ് ഡു ഓൺ ദ സൈക്കിൾ? അങ്ങനെയാണെങ്കിൽ റോഡ് സൈക്കിളിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന വർക്ക് എത്രയായിരിക്കും എന്നാണ്. ഇവിടെ സൈക്കിള് ബലം അപ്ലൈ ചെയ്തതിന് ശേഷം നീങ്ങിയിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ശരിയല്ലേ? ബ്രേക്ക് അപ്ലൈ ചെയ്തു, 10 മീറ്റർ നീങ്ങിപ്പോയിട്ടാണ് നിന്നിട്ടുള്ളത്. 200 ന്യൂട്ടൺ ഫോഴ്സ് ആണ് റോഡ് ഇതിനു വേണ്ടി സൈക്കിളിന്റെ ടയറുമ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ മോഷൻ ഒരു ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും അതിന്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് റോഡ് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എഫ് ഡോട്ട് എസ് എന്ന് പറയുന്നത് എഫ് എസ്
കോസ് തീറ്റ എന്ന് പറയുന്നത് എഫ് എത്രയാ 200 ന്യൂട്ടൺ ആണ് ഇൻറ്റു എസ് 10 മീറ്റർ ആണ് ഇൻറ്റു കോസ് 180 ഡിഗ്രി. കോസ് 180 മൈനസ് 1 ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് മൈനസ് 2000 വർക്കാണ്. യൂണിറ്റ് ജൂൾ ആണ്. 2000 ജൂൾ ആണ് റോഡ് സൈക്കിളിന്റെ ടയറിന്റെ മുകളിൽ ചെയ്തിരിക്കുന്നത്. സൈൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. സോ ദിസ് ഈസ് ദ വർക്ക് ഡൺ. ദ സെയിം ക്വസ്റ്റ്യൻ ഹാപ്പൻസ്, ഹൗ മച്ച് വർക്ക് ഡസ് എ സൈക്കിൾ ഡു ഓൺ ദ റോഡ്? അങ്ങനെയാണെങ്കിൽ സൈക്കിൾ റോഡിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന വർക്ക് എത്രയായിരിക്കും എന്നുള്ളതാണ്. സൈക്കിൾ എത്ര വർക്ക് ഫോഴ്സ് കൊടുത്തിട്ടും കാര്യമില്ല. ഫോഴ്സ് അത്ര തന്നെ കൊടുക്കുന്നുണ്ട്, പക്ഷെ റോഡ് നീങ്ങുന്നില്ല. ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ ഫോഴ്സ് ചെയ്തിരിക്കുന്ന വർക്ക് എത്രയായിരിക്കും? It will be definitely 0 because if S is 0, work will be definitely 0. അതുകൊണ്ട് സൈക്കിൾ ഇതേ ഫോഴ്സ് റോഡിന്റെ മുകളിൽ കൊടുക്കുന്നുണ്ടെങ്കിലും റോഡ് നീങ്ങാത്തത് കൊണ്ട് സൈക്കിൾ റോഡിന്റെ മുകളിൽ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് 0. Now look at the second problem. In a ballistic demonstration, a police officer fires a bullet of mass 50 gram with a speed of 200 meter per second on soft plywood of thickness 2 centimeter. The bullet emerges with only 10% of its initial kinetic energy. What is the emergent speed of the bullet? നോക്കൂ, ആയത് ഉപയോഗിച്ചുള്ള ഒരു പരിശീലനത്തിൽ ഒരു പോലീസ് ഓഫീസർ 50 ഗ്രാമുള്ള ഒരു ബുള്ളറ്റ് 200 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു ഫ്ലൈവുഡിന്റെ തടിയിലേക്ക് ഫയർ ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൈവുഡിന്റെ കനം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. The bullet emerges with only 10% of its initial kinetic energy. ഫയർ ചെയ്തിരിക്കുമ്പോഴുള്ള കൈനറ്റിക് എനർജിയിൽ നിന്ന് മരത്തിലൂടെ കയറി വരുമ്പോൾ ഉണ്ടായിരുന്നതിന്റെ 10% കുറഞ്ഞിരിക്കുന്നു. 90% നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പുറത്തേക്ക് വരുന്ന ബുള്ളറ്റിന്റെ സ്പീഡ് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക്. ബുള്ളറ്റിന്റെ മാസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 50 ഗ്രാം ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 0.050 കിലോഗ്രാം. അതിന്റെ വെലോസിറ്റി തന്നിരിക്കുന്നത് 200 മീറ്റർ പെർ സെക്കൻഡ് ആണ്. തൽക്കാലം ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റിക്ക് നമുക്ക് വിക്ക് പകരം നമുക്ക് യു എന്ന് ലേബൽ ചെയ്യാം. സോ യു ഈസ് 200 മീറ്റർ പെർ സെക്കൻഡ്. ഫ്ലൈവുഡിന്റെ ഉള്ളിലൂടെ തിളച്ചു കയറി വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജിയുടെ 10% മാത്രമേ ബാക്കി വരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഓബ്ജക്റ്റിന്റെ കയ്യിലുള്ള ഫൈനൽ കൈനറ്റിക് എനർജിയെ ഇങ്ങനെ രേഖപ്പെടുത്താം: ½ mv². That will be equal to 10% of its initial kinetic energy. ഇതിൽ തന്നെ കോമൺ ആയിട്ട് ½ m is common. നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി വരുന്നത് v² is equal to 10%, 10/100 into velocity square, that is 200². Because ½ m get cancelled. കാരണം ബുള്ളറ്റിന്റെ മാസില് തുളച്ചു കയറി വരുമ്പോൾ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് മാസ് ക്യാൻസൽ ചെയ്തു. So you get v² is equal to 10/100 into 200². On solving this you get velocity of the bullet is 63.2 meter per second. ഇപ്പൊ ബുള്ളറ്റ് ഈ ഫ്ലൈവുഡിലൂടെ തുളച്ച് കയറി ഇറങ്ങി വരുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി 63.2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. നമുക്ക് രണ്ടാമത്തെ ക്ലാസിന്റെ അസൈൻമെന്റ് തന്നിട്ടുള്ളത് ഇതായിരുന്നു: എ ബസ് ആൻഡ് എ കാർ moving with the same kinetic energy are brought to rest by applying equal retarding force by the braking system. Which one will come to rest at shorter distance? ഒരു കാറും ഒരു ബസ്സും ഒരു കാറും ഒരേ കൈനറ്റിക് എനർജിയാണ് രണ്ടുപേർക്കുള്ളത്. അത് ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് റെസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. രണ്ടുപേർക്കും അപ്ലൈ ചെയ്തിരിക്കുന്നത് സെയിം റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ്. ഒരേ വേഗത കുറയുന്ന തരത്തിലുള്ള ഫോഴ്സ് ആണ്. എന്ന് വെച്ചാൽ ചലനത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. Which one will come to rest at a shorter distance? അങ്ങനെയെങ്കിൽ ചുരുങ്ങിയ ഡിസ്റ്റൻസിൽ, ചുരുങ്ങിയ ദൂരത്തിൽ ആരായിരിക്കും റെസ്റ്റിലേക്ക് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടുപേരുടെയും കൈനറ്റിക് എനർജി സെയിം ആണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറം ഉണ്ട്, വർക്ക് എനർജി തിയറം. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ്: വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഓർ ചേഞ്ചിങ് കൈനറ്റിക് എനർജി. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഇങ്ങനെയുണ്ട്: ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നോക്കൂ, ബസ്സിനും കാറിനും ഒരേ കൈനറ്റിക് എനർജിയാണ്. രണ്ടുപേരെയും റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരേ റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യമാണ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു
changing kinetic energy. At the same time, work done is equal to force into displacement. ഇപ്പൊ രണ്ടുപേർക്കും കൈനറ്റിക് എനർജി ഒരേ വിലയിൽ നിന്ന് റെസ്റ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. അതിന്റെ അർത്ഥം ചേഞ്ചിങ് കൈനറ്റിക് എനർജി സെയിം ആണ് കാറിനും ബസ്സിനും. അതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്ന വർക്കും ഈക്വൽ ആയിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് വർക്ക് ഡൺ കണക്ടിങ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ രണ്ടുപേർക്കും സെയിം ആണ്, ഒരേ ബലമാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഈ ഇക്വേഷൻ ശരിയായിരിക്കണമെങ്കിൽ വർക്ക് ഡൺ സെയിം, ഫോഴ്സ് സെയിം. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ഇത് കൊടുത്തതിന്റെ ഭാഗമായിട്ട് റെസ്റ്റിലേക്ക് വരുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരവും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ബിക്കോസ് വർക്ക് ഡൺ ആൻഡ് ഫോഴ്സ് ആർ സെയിം. Based on this equation, you can write S will be same for both car and bus. Okay.